എക്സാം വേണ്ടിയിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. പേരുകൾ, ഇയറുകൾ, അതേപോലെ തന്നെ കുറെ സെക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് വരിക. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ സൈബർ ലോ എന്ന് പറയുന്നത്. ഈ സൈബർ ലോ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും കൂടി നമ്മുടെ ക്ലാസ്സസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ആദ്യം തന്നെ സൈബർ ലോ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്കാണ്. അതായത് നമ്മുടെ നാട്ടിലേക്കുള്ള സൈബർ ഇഷ്യൂസ്, IT റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഹാൻഡിൽ ചെയ്യാനാണ് സൈബർ ലോസ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് IT ആക്ട് 2000 ആണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു IT ആക്ട്. ഓക്കെ, 2000 IT ആക്ട് 2000 നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ IT ആക്ട് 2000 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആ സമയത്ത്, അതായത് ഈ ആക്ട് പാസ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് KR നാരായണൻ ആയിരുന്നു. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന AB വാജ്പേയി ആയിരുന്നു. ഈ രണ്ടുപേരുമായിരുന്നു ആ സമയത്ത് നമ്മുടെ പ്രസിഡന്റും അതേപോലെ പ്രൈം മിനിസ്റ്ററും. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. കാരണം പണ്ടത്തെ ചോദ്യപേപ്പറുകൾ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് IT ആക്ട് 2000 പാസ് ചെയ്ത സമയത്ത് പ്രസിഡന്റ് ഏതാണ്, പ്രൈം മിനിസ്റ്റർ ഏതാണെന്നുള്ളത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നമുക്ക് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടക്കം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ IT ആക്ട് 2000 പാസ് ചെയ്തത് 9th June 2000 ഓക്കെ, 2000 ജൂൺ 9th നമ്മുടെ IT ആക്ട് 2000 പാസ് ചെയ്തത്. ഓക്കെ, IT ആക്ട് പാസ് ചെയ്ത ഡേറ്റ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, അതായത് ആക്റ്റീവ് ആയത് ശരിക്കും പറഞ്ഞാൽ October 17, 2000 ആക്റ്റീവ് ആയത് എന്നുള്ളതും കൂടി ഓർമ്മയിൽ വെക്കാം. ഓക്കെ, IT ആക്ട് 2000 പാസ് ചെയ്യുന്ന സമയത്ത് 13 ചാപ്റ്റേഴ്സും 94 സെക്ഷൻസും അതേപോലെ തന്നെ 4 ഷെഡ്യൂൾസും ആണ് ഉണ്ടായിരുന്നത്. 13, 94, 4. ഓക്കെ, 13 ചാപ്റ്റർ, അതിൽ 94 സെക്ഷൻസ്, 4 ഷെഡ്യൂൾസ് ആണ് ടോട്ടൽ ആയിട്ട് സൈബർ ലോ IT ആക്ട് 2000 വരുന്നത് എന്നുള്ളത് ഓർമ്മയിൽ വെക്കാം. അപ്പൊ ആരൊക്കെയായിരുന്നു? പ്രസിഡന്റ് KR നാരായണൻ, പ്രൈം മിനിസ്റ്റർ AB വാജ്പേയി. പാസ് ചെയ്തത് 9th June 2000, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് October 17, 2000. ഓക്കെ, അതേപോലെ തന്നെ 13 ചാപ്റ്റേഴ്സ്, 94 സെക്ഷൻസ്, 4 ഷെഡ്യൂൾസ് ആണ് ടോട്ടൽ ആയിട്ട് IT ആക്ട് 2000 ഉണ്ടായിരുന്നത് എന്നുള്ള ഓർമ്മയിൽ വെക്കാം. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ. ഇതിലുള്ള 4 പോയിന്റും പല ചോദ്യപേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ഓരോ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവും. അതുകൊണ്ട് വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാണ്ട് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നോട്ടുകളൊക്കെ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IT ആക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IT ആക്ടിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, IT ആക്ട് അമെന്റ്മെന്റ് 2008 എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ വെക്കാം. അമെന്റ്മെന്റ് 2008 ആണ്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? ചാപ്റ്റർ 14 ആയി. ഓക്കെ, ചാപ്റ്ററിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. സെക്ഷൻസ് 124 ഷെഡ്യൂൾസ് 2 ഉണ്ടാവുക. ഓക്കെ, 2 ഷെഡ്യൂൾസ് ആണ് ടോട്ടലി ഉണ്ടായിരുന്നത്. ചാപ്റ്റർ 14, സെക്ഷൻസ് 124, 2 ഷെഡ്യൂൾസ് ആണ് IT ആക്ട് അമെന്റ്മെന്റ് 2008 അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇലക്ട്രോണിക് സിഗ്നേച്ചറിന്റെ കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമെന്റ്മെന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സിഗ്നേച്ചറിന്റെ കാര്യം അവർ മെൻഷൻ ചെയ്തു. അതേപോലെ തന്നെ ഇത് പാസ് ചെയ്ത് 2008 December 23 അതേപോലെ 24 ആണ്. പക്ഷെ അത് ആക്റ്റീവ് ആയത് ശരിക്കും പറഞ്ഞിട്ട് 2009 October 27 അതൊരു വലിയൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 1 ഇയറിന്റെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട്. അതായത് 2008 December 23, 24 പാസ് ചെയ്ത ഈ IT ആക്ട് അമെന്റ്മെന്റ്, അതായത് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള IT ആക്ട് എക്സിസ്റ്റന്റ് ആയത്, അതായത് പ്രോപ്പർ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയത് 2009 October 27 ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം CERT-in 2004. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറയും. നമ്മൾ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് ഈ CERT-in 2004 ശരിക്കുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫുൾ ഫോം. ആൻഡ് ഇതിൽ ചോദ്യം വന്നിട്ടുള്ളത് എങ്ങനെയാണ്? നാഷണൽ നോഡൽ ഏജൻസി, അതായത് ഇന്ത്യയിലുള്ള നാഷണൽ നോഡൽ ഏജൻസി സൈബർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള നാഷണൽ നോഡൽ ഏജൻസി ഏതാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അത് പ്രീവിയസ്ലി 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് UPSC ലെവലിലുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. നാഷണൽ നോഡൽ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ്, അതായത് നാഷണൽ ലെവലിലുള്ള നോഡൽ ഏജൻസിയാണ് CERT-in 2004 എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. അതേപോലെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് സൈബർ സെക്യൂരിറ്റി ആണ്. സൈബർ നുഴഞ്ഞേറ്റങ്ങളും അതേപോലെ ക്രൈംസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും അതേപോലെ സൈബർ സെക്യൂരിറ്റി, നമ്മുടെ നാഷണൽ ലെവലിലുള്ള സൈബർ
സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് CERT നിലകൊള്ളുന്നത് എന്നുള്ളത് ഓർമ്മയിൽ വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീംസ്, അതാണ് CERT ഇന്റെ ഫുൾ ഫോം, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഓക്കെ, എമർജൻസി റെസ്പോൺസ് ടീം. ഓക്കെ, CERTന്റെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. IN ഇന്ത്യക്കാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള ഓർമ്മയിൽ വെക്കുക. CERT കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്നത്. ഒരു കാരണവശാലും IN CERT എന്ന് കണ്ടു കഴിഞ്ഞാൽ മാർക്ക് ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഫുൾ ഫോം വായിക്കുന്ന സമയത്ത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് ഓർമ്മയിൽ വെക്കേണ്ടത്. ഓക്കെ, ഇന്ത്യയിലെ നോഡൽ ഏജൻസിയാണ്. നോഡൽ ഏജൻസി എന്തിനു വേണ്ടിയിട്ടാണ്? സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നോഡൽ ഏജൻസി ആണെന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. ഇൻസിഡന്റ് റെസ്പോൺസും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആണ് CERT എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. IT അമെൻഡ്മെന്റ് ശരിക്കും പറഞ്ഞാൽ 15 ചാപ്റ്ററിന്റെ നമ്പർ 14, സെക്ഷൻസ് 124, അതേപോലെ 2 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചറിന്റെ കാര്യം മെൻഷൻ ചെയ്തു. പാസ് ചെയ്ത് 2008 ആക്റ്റീവ് ആയത് അല്ലെങ്കിൽ എക്സിസ്റ്റന്റ് ആയത് 2009 ഒക്ടോബർ 27 ഓർമ്മയിൽ വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻസ് ഓഫ് IT ആക്ട് 2008 ഇൻ സൈബർ ലോ. അതായത് സൈബർ ലോ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് IT ആക്ട് 2008 വന്നിട്ടുള്ള കുറച്ച് സെക്ഷൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ബാക്കിലേക്ക് ശരിക്കും പറഞ്ഞാൽ 67 എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനൊരു കാരണമുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒന്നും കൂടിയും അടുക്കും ചിട്ടയായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതിൽ 67A. ഓക്കെ, 67A എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്, ഞാൻ ഈ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്. അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 67A എന്ന് പറയുന്നത് സെൻഡിങ് ഒബ്സെൻസ് ആണ്. സെൻഡിങ് ഒബ്സെൻസ് എന്ന് പറഞ്ഞാൽ അഡൽട്ട് പോണോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് A റിലേറ്റഡ് ടു അഡൽട്ട് എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. 67A സെൻഡിങ് ഒബ്സെൻസ്, അഡൽട്ട് പോണോഗ്രഫിക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള സെക്ഷൻ ആണ് 67A. 67B എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ കറന്റ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷൻസ് ഓഫ് IT ആക്ട് 2008 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് എഴുതി മനസ്സിലാക്കി ഓർമ്മയിൽ വെച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, 67A എന്ന് പറഞ്ഞാൽ അഡൽട്ട് പോണോഗ്രഫി റിലേറ്റഡ് ആണ്. 67B ചൈൽഡ് പോണോഗ്രഫി റിലേറ്റഡ് ആണ്. 67C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കോർട്ട് പറയുന്ന ആ ഒരു ടൈം വരെ പ്രോപ്പർ ആയിട്ട് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 67C കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും അവര് പുറത്ത് വിടരുത്, ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടരുത്. അതേപോലെ പ്രോപ്പർ ആയിട്ട് അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡ്യൂറേഷൻ, അതേപോലെ തന്നെ അവർ പറയുന്ന അല്ലെങ്കിൽ കോർട്ട് പറയുന്ന രീതിയിൽ, സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ഫോർമാറ്റ് ആക്കി ഇത് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ റിട്ടൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 68 പവർ ഓഫ് കൺട്രോളർ. പവർ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പവർ ഓഫ് കൺട്രോളർ. 68 ആണ് സെക്ഷൻ. 68 സെക്ഷൻ പവർ ഓഫ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നെറ്റ്വർക്ക് മോണിറ്ററിംഗ് നടത്തും. ഓക്കെ, അതായത് ഈ സൈബർ ലോന്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്ക് മോണിറ്ററിംഗ്. അതേപോലെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ചില സൈറ്റുകളൊക്കെ നമ്മുടെ കൺട്രിയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഈ പവർ ഓഫ് കൺട്രോളറിൽ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റ്സ് ഒക്കെ മോണിറ്റർ ചെയ്ത്, ഇപ്പൊ തീവ്രവാദ ബന്ധമുള്ള സൈറ്റുകൾ ഉണ്ടാവാം, അതേപോലെ തന്നെ പൊണോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ തന്നെ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്ത് അതിനുവേണ്ട ഡയറക്ഷൻസ് കൊടുത്ത് ബാൻ ചെയ്യേണ്ട കേസ് ആണെന്നുണ്ടെങ്കിൽ ബാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സെക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ 68 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 67A സെൻഡിങ് ഓപ്ഷൻസ് ആണ്. 67B ചൈൽഡ് പോണോഗ്രഫി റിലേറ്റഡ് ആണ്. 67C റീറ്റെയിൻ, അത് ഇൻഫർമേഷൻസ് റീറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ 68 പവർ ഓഫ് കൺട്രോളർ, നെറ്റ്വർക്ക്സ് മോണിറ്റർ ചെയ്ത് അതിനുവേണ്ട ഡയറക്ഷൻസ് കൊടുത്ത് കൺട്രോൾ ചെയ്യുന്ന ഏരിയ ആണ് 68 എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സെക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. 67A, B, C, അതേപോലെ തന്നെ 68. ഓക്കെ, ഈ സെക്ഷൻ ഇങ്ങനെ തന്നെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിൽ ഞാൻ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സെക്ഷൻസ് ഓഫ് IT ആക്ടിൽ 66ലേക്ക് പോകാം. കുറച്ച് ബാക്കിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, 66 എന്തിനെ ബേസ് ചെയ്യുന്നു? ഹാക്കിങ്ങിനെ ബേസ് ചെയ്യുന്നു. ഹാക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് 66 സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ ചുവപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ക്യാപ്ചർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ചുവപ്പിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, 66 ഹാക്കിങ്ങുമായിട്ട് റിലേറ്റ് ആണ്. 66A എന്ന് പറഞ്ഞാൽ ഒഫൻസീവ് മെസ്സേജ് അയക്കുക. അത് പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വഴിയോ അയക്കുന്ന ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 66A എന്ന് പറയുന്നത്. 66B എന്ന് പറയുന്നത് ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, അതായത് സ്റ്റോളൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനാണ് 66B എന്ന് പറയുന്നത്. 66C എന്ന് പറയുന്നത് പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ്,
ഐഡന്റിറ്റി, ഒരാളുടെ ഐഡന്റിറ്റി കട്ടെടുക്കുക അല്ലെങ്കിൽ അതിനുള്ളൊരു പണിഷ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ 66C എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി, അതായത് പ്രൂഫുകൾ, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ATM കാർഡിന്റെ നമ്പർ, കംപ്ലീറ്റ് ഐഡന്റിറ്റി തെഫ്റ്റ് നടത്തുന്നതിനാണ് 66C എന്ന് പറയുന്നത്. പണിഷ്മെന്റ് കൊടുക്കാനുള്ളൊരു കാര്യം തന്നെയാണല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ 66D എന്ന് പറയുന്നത് ചീറ്റിംഗ് യൂസിങ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള പല ചീറ്റിംഗ് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുക, അതിനുവേണ്ടി പണിഷ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുക, അതൊക്കെയാണ് 66D അനുവദിക്കുന്നത് ഇതിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസി, ഒരാളുടെ പ്രൈവസിയെ തൊട്ട് കളിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ തന്നെ വയലേഷൻ ഓഫ് പ്രൈവസി റിലേറ്റഡ് ആയിട്ട് 66E ആണെന്ന് ഓർമ്മിക്കാം. 66F എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം. ഓക്കെ, സൈബർ ടെററിസം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ നിൽക്കുന്ന ഒരു കറണ്ട് ഇഷ്യൂ ആണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൈബർ ടെററിസം കൺട്രോൾ ചെയ്യാനുള്ളതാണ് 66F എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. 66ന് വേറെ AO BO CO ഒന്നും ഇല്ല. 66 എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കാം. ഞാൻ ഇങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ഫോണ് ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം അയാൾക്ക് കംപ്ലീറ്റ്ലി ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോലീസിൽ കേസ് കൊടുത്തു. ഉടനെ തന്നെ അവർ അന്വേഷണം തുടങ്ങിയപ്പോൾ മനസ്സിലായത് സ്റ്റോളൻ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള മെസ്സേജസും വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ATM കാർഡിന്റെ പിന്നും, അതേപോലെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡിന്റെ നമ്പർ, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ചീറ്റിംഗ് ആണ് നടന്നത് കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം ഇവർ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തി കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ അടിച്ചു മാറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പോൾ അദ്ദേഹം പാകിസ്ഥാനിൽ ഇരുന്നിട്ട് ഒരു ടെററിസ്റ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളത് ആ ഒരു കഥ പോലെ ഞാൻ ഓർമ്മയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹാക്ക് ചെയ്തു, മെസ്സേജ് അയക്കുന്നു, ഒഫൻസീവ് ആയിട്ടുള്ള മെസ്സേജാണ് അയക്കുന്നത്. പിന്നെ സ്റ്റോളൻ കമ്പ്യൂട്ടർ, ഒരു കള്ളൻ നമ്മുടെ കമ്പ്യൂട്ടർ കൊണ്ടുപോകുന്ന ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിറ്റി തെഫ്റ്റിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ചീറ്റിംഗ് നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് ചീറ്റ് എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൈവസി റിലേറ്റഡ് ഒരാളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പ്രൈവസി വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒഫൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാണ് 66E എന്ന് പറയുന്നത്. 66F എന്ന് പറയുന്നത് സൈബർ ടെററിസമായിട്ട് ബന്ധപ്പെട്ടാണ് 66F എന്ന് പറയാം. അറിയില്ല, ഓരോന്നും പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോന്നും, അതായത് ചോദ്യ പേപ്പറുകൾ നോക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഞാനിത് അറേഞ്ച് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളത് പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എഴുതി വെച്ച് പഠിക്കാം, ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഞാനിപ്പോൾ ഒരു കഥ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ച് പഠിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെയാണ് ഓർമ്മയിൽ വെച്ചത്. അതായത് ഹാക്ക് ചെയ്ത് ഒഫൻസീവ് മെസ്സേജസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലായി സ്റ്റോളൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പാസ്വേഡ്, ഐഡന്റിറ്റി കാർഡ്, അതേപോലെ തന്നെ ATM കാർഡ് നമ്പർ, എല്ലാ കാര്യങ്ങളും അടിച്ചു മാറ്റിയിട്ടുണ്ട് മനസ്സിലായി. അപ്പോൾ ചീറ്റിംഗ് നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായതിനു ശേഷം അവർ ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ടെററിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ടെററിസ്റ്റ് എന്നുള്ള പേര് മുദ്ര കുത്തിയിട്ട് ജയിലിൽ പിടിച്ചിട്ടു എന്നുള്ള രീതിയിലാണ് ഞാനിത് ഓർമ്മയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സൈബർ ക്രൈംസ് ആണ്. സൈബർ ക്രൈംസ് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം സൈബർ ക്രൈംസിനെ. സൈബർ ക്രൈംസ് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റും കമ്പ്യൂട്ടർ ആസ് എ വെപ്പണും. അതായത് ചിലവരുടെ കമ്പ്യൂട്ടറിലേക്ക് നുഴഞ്ഞു കയറും വൈറസ് ആയിട്ടും വേംസ് ആയിട്ടും. അതാണ് ആസ് എ ടാർഗറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സൈബർ ടെററിസം ഒരു ചെറിയ വേർഡായിട്ട്, അതായത് ഏത് സെക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 66F എന്ന് പറഞ്ഞ സൈബർ ടെററിസം ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഫസ്റ്റ് വുമൺ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ഇൻ ഇന്ത്യ. ആ ചോദ്യം പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഫസ്റ്റത്തെ വുമൻ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആരാണ്? ധന്യ മേനൻ ആണ് ഫസ്റ്റ് വുമൻ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ളത് ഓർമ്മയിൽ വെക്കാം. അതേപോലെ തന്നെ ഹാക്കിംഗ്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഫേമസ് ആയിട്ട് പല ആൾക്കാരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ഹാക്കിംഗ്. എന്താണ് അല്ലെ? ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് പറയാം. ഓക്കെ, അതായത് ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് പറയാം. അപ്പൊ ഹാക്കിംഗ് നമുക്ക് 3 കാറ്റഗറി ഉണ്ട് ശരിക്കും പറഞ്ഞാല്. നല്ല ഹാക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ബാഡ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഹാക്കേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഗുഡും ബാഡും ആയിട്ടുള്ള എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹാക്കേഴ്സ് ഉണ്ട്. അപ്പോൾ വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ആണ് അവർ നടത്തുന്നത്. അതായത് അവരൊരു ഡിഫെൻസീവ് മെക്കാനിസം യൂസ് ചെയ്ത് അവർ അൺവാണ്ടഡ് ആയിട്ടുള്ള നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ തടഞ്ഞ്
അത് ശരിക്കും പറഞ്ഞ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് എത്തിക്കൽ ഹാക്കിംഗ് എന്നും വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്നും പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്നും ഒക്കെ നമ്മൾ പറയും. അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് നിങ്ങൾക്ക് അറിയാലോ, ബ്ലാക്ക് ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കളറാണ്. മിക്കവാറും ആൾക്കാർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ, ഇരുട്ട് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. ഈ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഗ്രേ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡും ആവാം ബാഡും ആവാം, രണ്ടും വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് ഇപ്പൊ കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോർത്ത് എന്നൊക്കെ പറയും. നമ്മുടെ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് വഴി മറ്റേ കമ്പനിയുടെ ഡീറ്റെയിൽസ് ചോർത്തെടുക്കുന്നു. ആ ഒരു പ്രോസസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രേ ഹാറ്റിൽ വരും. ഓക്കെ, അത് ഗുഡ് ഉണ്ടാവാം, അതേപോലെ ബാഡ് എഫക്ട്സും അതിന് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഞാൻ അടിയിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കാം. പിന്നെ പ്രൈമറി ഗോൾ എന്തിനാണ്? എത്തിക്കൽ ഹാക്കറിന്റെ ഒരു പ്രൈമറി ഗോൾ എന്തിനാണ്? ഈ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിസോൾവ് ചെയ്യുക. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരെ കമ്പനികളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പൊതുവായിട്ടുള്ള വെബ്സൈറ്റുകളോ കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എത്തിക്കൽ ഹാക്കേഴ്സ് വർക്ക് ചെയ്യും. ഓക്കെ, ഒരു ഹോസ്റ്റിന്, അത് ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്റ്റിലേക്ക് ഹാക്കർ കടക്കുന്ന സമയത്ത് അതിനെ പറയുന്ന ഒരു പേരുണ്ട്, റിമോട്ട് അറ്റാക്ക് എന്ന് പറയും. ഓക്കെ, അതായത് ഒരാളുടെ പെർമിഷൻ കൂടാതെ അയാളുടെ സിസ്റ്റത്തിലേക്കോ അയാളുടെ വെബ്സൈറ്റിലേക്കോ അയാളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനിലേക്കോ ആക്സസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റിമോട്ട് അറ്റാക്ക് എന്ന്. ഈ റിമോട്ട് അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണാം, നമ്മുടെ പല വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്യപ്പെട്ടു, പാകിസ്ഥാനിലുള്ള ചാരന്മാരാണ് ഹാക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസസ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്തത് ക്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ്. ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആയിട്ട് ഒരു ഇമ്പാക്ട് ആണ്. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സൈബർ ക്രൈമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ മോഡിഫൈ ചെയ്യുക ഓട്ടോമാറ്റിക്കലി, അതായത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസ്ട്രോയ് ചെയ്യുക. ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക. ഓക്കെ, അതായത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക. ആ ഒരു സോഫ്റ്റ്വെയറിനെ ഡിസ്ട്രോയ് ചെയ്ത് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. അത് അൺഓതറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതിനാണ് ക്രാക്കിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് ഇമെയിൽസ് സെൻഡ് ചെയ്യാം. അതായത് ഇപ്പോൾ പല കമ്പനീസിന്റെയും പേര് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഫേക്ക് ഇമെയിൽസ് സെൻഡ് ചെയ്തിട്ട് ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, മണി കളക്ട് ചെയ്യും, അതേപോലെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് കളക്ട് ചെയ്യും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിഷിംഗ് എന്ന് പറഞ്ഞ സംഭവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ സൈബർ ഡിഫമേഷൻ. സൈബർ ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്ത്യയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനീനെ ഇപ്പോ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, അതേപോലെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ ഒരു അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ന്യൂസസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സൈബർ ഡിഫമേഷൻ എന്ന് പറയാം. ഓക്കെ, അത് ഇൻഡിവിജ്വൽസിനെ ആവാം അല്ലെങ്കിൽ കമ്പനീസിനെ ആവാം. ഓക്കെ, അങ്ങനെ പല പല കേസുകൾ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. കുറെ നാടുകളിൽ നമ്മളിപ്പോ ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റർ വഴി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പേഴ്സണലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സലാമി അറ്റാക്ക്. ഈ സലാമി അറ്റാക്ക് പണ്ട് നമ്മുടെ ഡിഗ്രി ലെവല് UPSC പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. UPSC അതേപോലെ SSC പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സലാമി അറ്റാക്ക് എന്നുള്ള വേർഡ് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത് ബാങ്കുമായിട്ടാണ്. ഫിനാൻഷ്യൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്, അതായത് സൈബർ എക്സ്പേർട്സ് നടത്തുന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട അറ്റാക്കിനെയാണ് സലാമി അറ്റാക്ക് എന്ന് പറയപ്പെടുക. അത് ബാങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നുണ്ടാവും. അതൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് സലാമി അറ്റാക്ക് എന്ന് പറയും. അതേപോലെ തന്നെ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ത്രെട്ടനിങ് മെയിൽസ് അയക്കുക, ഫോൺ കോൾസ് വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ സ്റ്റോക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ബ്ലാക്ക് മെയിലിംഗ്, ത്രെട്ടനിങ് ഇമെയിൽസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സൈബർ സ്റ്റോക്കിംഗിൽ വരിക. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡൊമൈൻ നെയിം സെല് ചെയ്യാം. ഓക്കെ, അതായത് ചെറിയ ചേഞ്ചസ്, ഒരു കമ്പനീന്റെ ഗുഡ് വില്ലുള്ള പേരുള്ള ഒരു കമ്പനീനെ അതേ ഡൊമൈൻ നെയിമിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് ഒരു എന്താ പറയാ കുറച്ചും കൂടിയും ആൾക്കാർക്ക് കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ഒരു ഡൊമൈൻ നെയിം യൂസ് ചെയ്തുകൊണ്ട് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് കടന്നു കയറുന്ന ഒരു പ്രോസസ്സാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയും. ഓക്കെ, സൈബർ ഫോർജറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കള്ളനോട്ട് അടിക്കുക, അതേപോലെ തന്നെ മാർക്ക് ഷീറ്റ്, ഫേക്ക് ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് ഉണ്ടാക്കുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സൈബർ ഫോർജറിയിൽ വരുന്ന കാര്യങ്ങളാണ്. സൈബർ ഫോർജറി എന്ന് പറഞ്ഞാൽ സെക്ഷനിൽ വരുന്നതാണ്. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഫേക്ക് സെൻഡർ ആയിരിക്കും. ഇമെയിൽ സ്പൂഫിംഗ് എന്ന ഫേക്ക് സെൻഡർ ആയിരിക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ സ്നൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് കമ്പനി ഡാറ്റ. ഒരു കമ്പനിയുടെ ഡാറ്റയിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് കടന്നു കയറുന്നതിന് പറയുന്ന പേരും സ്നൂപ്പിംഗ് ആണ്. സ്നൂപ്പിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഹാക്കിംഗ് ഉണ്ട്, ക്രാക്കിംഗ് എന്നുണ്ട്, ഫിഷിംഗ്, സൈബർ ഡിഫമേഷൻ, സലാമി അറ്റാക്ക്, സൈബർ സ്റ്റോക്കിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ഫോർജറി, ഇമെയിൽ സ്പൂഫിംഗ്, സ്നൂപ്പിംഗ്, ഇതൊക്കെ തന്നെ
സൈബർ ക്രൈംസിൽ വരുന്ന കാര്യങ്ങളാണ്. സൈബർ ക്രൈംസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഫിഷിംഗ് ആണ്, സൈബർ ഡിഫമേഷൻ, സലാമി അറ്റാക്ക്, ക്രാക്കിംഗ്, ഹാക്കിംഗ്. ഈ ഹാക്കിങ്ങിൽ ഗ്രേ ഹാറ്റ് ഉണ്ട്, വൈറ്റ് ഹാറ്റ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഉണ്ട് എന്ന് ഓർമ്മിക്കാം. റിമോട്ട് അറ്റാക്കിന്റെ കാര്യം എന്ന് ഓർമ്മിക്കാം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മുന്നേ നടന്നിട്ടുള്ള ഹാക്കിംഗ് ഒക്കെ ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈബർ ക്രൈംസിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാം. കാരണം ഇതൊക്കെ തന്നെ പല പരീക്ഷകളും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഞാനിവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കൂടിയും പറയാനുള്ളത്, നിങ്ങൾ എന്ത് ടോപ്പിക് ഇവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ പഠിക്കുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് റിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങളൊരു ചെറിയൊരു കമന്റ് പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടണം താല്പര്യമുണ്ട്, ക്വസ്റ്റ്യൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ പഠിക്കുന്ന ഏത് പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലും ഈ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റ്ലി നിങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോവുക. ക്വിസസ് എല്ലാ ദിവസവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിലും PSC ആണെന്നുണ്ടെങ്കിലും ഏത് പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്ന രീതിയിലാണ് നമ്മൾ കണ്ടക്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എല്ലാ പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും നമ്മൾ റിലേറ്റ് ചെയ്ത് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഫ്രം എക്സാം.